തായ്ലൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 4 ആണ്. നമ്മൾ ഫ്ലോട്ടൽ മാർക്കറ്റ് കവർ ചെയ്തതിന് ശേഷം പിന്നെ നേരെ വന്ന ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ് കേട്ടോ. താഴെ നിന്ന് കയറുമ്പോൾ തന്നെ ബിഗ് ബുദ്ധ നല്ല രീതിയിൽ വിസിബിൾ ആണ്. ഇത് 1977 ഈ ടെമ്പിളിലേക്ക് ഈ ബിഗ് ബുദ്ധ കൊണ്ടുവന്നത്. ഇവിടേക്ക് കയറണേ നമുക്ക് പാസ്സൊന്നുമില്ല. അവിടെ ഒരുപാട് തായ് പീപ്പിൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം, അങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പാസ്സൊന്നുമില്ല. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ബുദ്ധാസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ബിഗ് ബുദ്ധ ടെമ്പിളിൽ നിന്ന് നമുക്ക് പട്ടായ് സിറ്റി നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് പട്ടായ് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. നല്ല അപാര വ്യൂ ആണ് അവിടെ നിന്നുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. നമ്മുടെ ചിക്കനും സാമ്പാറും തോരനൊക്കെ കൂട്ടി പുളിശ്ശേരിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള 3D ആർട്ട് ഗ്യാലറിയിലേക്കാണ്. ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസിനൊക്കെ ക്രേസ് ഉള്ളവർക്ക് നല്ല ഒരു പിന്നെ ഓപ്ഷനാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 3D ആർട്ടും പിന്നെ ഒരു ഇല്യൂഷനാണ് കേട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളും അവിടെ ചെല്ലുമ്പോൾ ഒരു കുട്ടിയെ പോലെ ആയി മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. നല്ല ഒരുപാട് നേരം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ തന്നെ ഒരു പിക്ചർ നമുക്ക് ഇതുപോലെ ക്രയോൺ വെച്ച് കളർ ചെയ്യാൻ തരും. അത് ചെയ്ത് കഴിയുമ്പം നമ്മൾ വരച്ച ഓരോ പിക്ചർ ഇങ്ങനെ വരച്ചതല്ല, പെയിൻറ്റ് ചെയ്ത ഓരോ പിക്ചർ ഇങ്ങനെ അവർ പ്ലേ ചെയ്ത് കാണിക്കും കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കണ്ടല്ലേ, തിരമാല പോലെയും വെള്ളച്ചാട്ടം പോലെയും പലതരത്തിലുള്ള ഫ്ലവർ ഡിസൈൻസ് ഒക്കെ പോലെ അങ്ങനെ ഒരു ഇല്യൂഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല, അവിടെ തന്നെ നിൽക്കാനാണ് തോന്നിയത്. പിന്നെ വരാതെ നിവൃത്തിയില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് പട്ടായയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ടെർമിനൽ 21ലേക്കാണ്. അവിടെ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കസാറ് ഷോയിൽ പിന്നെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിമാർ ഡാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇവർ കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പിരിവുണ്ട്, ഇഷ്ടമുള്ളവർക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ലോക്കൽ ഫുഡ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. ഈ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ മാളിൻ്റെ ഓരോ ഫ്ലോറും ഓരോ പിന്നെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്താണ് കേട്ടോ. ഓരോ പേരുകൾ തന്നെ. പിന്നെ 5 നിലയാണ് ഇതിന് മൊത്തത്തിൽ ഉള്ളത്. ലണ്ടൻ, ഇറ്റലി, ടോക്കിയോ, സാൻ ഫ്രാൻസിസ്കോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഫുഡ് ഉള്ളത്. ഇപ്പോൾ സുഷിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ വാങ്ങിയത് ഒരു മാംഗോ സ്റ്റിക്കി റൈസും പിന്നെ ഒരു അവിടുത്തെ കബാബും ആണ് കേട്ടോ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന ഏരിയ നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വ്ളോഗായിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.